പുഷ്പ പുഷ്പരാജ് പുഷ്പ എന്ന ഫയറല്ലടാ, ഗുണ്ടാടാ, ഗുണ്ട്. നല്ല തീട്ടം ഗുണ്ട്. അപരാധ പടം, അപരാധത്തിന്റെ മൂർത്തീഭാവം. അതായത് ബേസിക്കലി ഉണ്ടല്ലോ, 3.5 മണിക്കൂറുണ്ട് പടം. ഇരുന്ന് വെറുപ്പിച്ച് ആളെ അങ്ങ് കൊല്ലിക്കും 3.5 മണിക്കൂർ. ഒന്നാമത്തെ കേസ്, ഞാൻ വെളുപ്പിന് ഫസ്റ്റ് ഷോ അല്ല, വെളുപ്പിനുള്ള ഷോയാണ് കണ്ടത്. ആദ്യത്തെ ഷോ കണ്ടിട്ട് നമ്മൾ ഉറക്കം കളഞ്ഞൊക്കെ പോയി കാണാണ്. അതൊക്കെ പോട്ടെ നോക്കാം. പുഷ്പ 1ന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓക്കെ, ബേസിക്കലി കത്തി ആയിരിക്കും നമുക്കറിയാം, എന്നാലും നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കത്തി ഇപ്പൊ റോപ്പ് സീനൊക്കെ നമുക്ക് റോപ്പിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ നമുക്ക് മനസ്സിലാവും. ഇത് അതിന്റെ അങ്ങ് അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതല്ല കുഴപ്പം. എവിടെയാണ് കുഴപ്പം വെച്ചാൽ മൊത്തത്തിൽ പടം കുഴപ്പം. കഥ എന്താ? പുഷ്പ 1 ഒരു കഥയുണ്ട്. അവൻ ഇങ്ങനെ ഒരു ഇതായിരുന്നു, ഇങ്ങനെ കയറി വന്നു, ഇങ്ങനെ വളർന്നു കഥയുണ്ട്. 2 വന്നപ്പോ അങ്ങനെ ഒരു പ്ലോട്ടില്ല. ഒരു പ്ലോട്ടില്ലാത്തതുകൊണ്ട് കാണിക്കുന്ന എല്ലാം അങ്ങോട്ട് അപരാധമാണ്. എന്ത് കാണിക്കാനൊക്കെ അപരാധം, എല്ലാം ഒരുമാതിരി അപരാധം. 3.5 മണിക്കൂർ എന്തിനാണ് ആ പടം ചെയ്തു വെച്ചേക്കണമെന്ന് ഒരു പിടുത്തമില്ല. എന്തോ മാസ് കാണിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ പോലെയൊക്കെ കാണിച്ചേക്കണം. അല്ലാതെ ഒരു ലോകപരാജയം എന്ന് വെച്ചാൽ ലോകപരാജയം. സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് ഉണ്ട്. കൈയും കാലും കഴുത്തും ഒക്കെ കെട്ടി പൂട്ടിയിട്ടേക്കുമ്പോ ഇങ്ങനെ വെച്ചൊരു ഇടിയുണ്ട്. ഇങ്ങനെ എന്റെ ദൈവമേ, ഒരു 10 മിനിറ്റ് ഉണ്ടായി ഇടി. അതെങ്ങനെ അത് അയ്യോ എന്റെ പൊന്നോ. പിന്നെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൺഡേ ഹോളിഡേയിൽ പണ്ട് സിദ്ദിഖൊക്കെ കാണിച്ചൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ കവരി തിങ്കൾ പാട്ട് എടുക്കുമ്പോ ഇതില്ലേ നീ വന്നതെന്തിനോ, നീ പോടാ വന്നതെന്തിനോ, നീ പോയതെന്തിനോ, ആ സാധനം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും കാണിച്ചേക്കണത്. ലിറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായി തോന്നണ എഴുതി വെച്ചിട്ട് ആ സെൽഫി, ആ ഒരു പാട്ട്, ഒരു മെയിൻ പാട്ടുകളുണ്ട്. അതായത് ആകെ 2 വരി അതിന്റെ നല്ലതുള്ളു നമ്മൾ കേൾക്കുമ്പോ, ട്യൂണിൽ ചേരണത്. അതുവരെ ഔട്ട് ഓഫ് സിങ്ക് ആക്കി വെച്ച് പാട്ടും കളഞ്ഞ് ഫൈറ്റും കളഞ്ഞ് കഥയും ഇല്ല. എന്താണ്? ആദ്യത്തെ 10 മിനിറ്റ് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഈ പടം നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല പോണേ, ഇത് ഇങ്ങനെയല്ല കാണണ്ടേ, ഇത് അപരാധ മൂവിയാണ്, അപരാധമായിട്ടിരുന്ന് തന്നെ കാണണം. എന്നുവെച്ചാൽ ഒരു കൈയടിക്കാനായിട്ടൊരു സീനില്ല, ഒരു കൈയടിച്ച് നമുക്ക് ഇതാക്കാനുള്ള ഒരു സീനില്ല. വെറും അപരാധത്തിന്റെ അങ്ങ് അറ്റം എന്നല്ലാതെ നമുക്ക് ഒരു വലിയൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ബൽവന്ത് ശിഖാവത്ത്. ഫഫയ്ക്ക് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ക്യാരക്ടറാണ് പുഷ്പ 1. ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ആ ക്യാരക്ടറിനെ ചതച്ചരച്ചില്ലാണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുമില്ലാത്തൊരു ഒരു 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 എന്തായാലും വാക്ക് പറയാ, ഫോറസ്റ്റ് അപരാധം എന്നൊക്കെ പറയില്ലേ മറ്റേ കോക്കിന്റെ ഭാഷയിൽ, അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. കാട്ടപരാധം. ആ ഒരു ക്യാരക്ടറിനെ, അത്രയും പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറിനെ നശിപ്പിച്ച് കൊന്ന് പണ്ടാറടക്കി കളഞ്ഞു. അങ്ങനത്തെ ഒരു ബേസിക്കലി ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒരു കുറെ പ്രാവശ്യം തിരുത്തി തോന്നും. എന്ന് വെച്ചാൽ ഇത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി കുറെ വട്ടം തിരുത്തി എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും പുഷ്പ 1ന്റെ 7 അയലത്ത് കെട്ടാൻ കൊള്ളത്തില്ല പുഷ്പ 2 ദ റൂൾ എന്നുള്ള പടം. പുഷ്പ ഫയർ അല്ലടാ, ഫ്ലവർ അല്ലടാ, വൈൽഡ് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ നമ്മൾ ടീസർ കണ്ടപ്പോ നമുക്ക് ഓഫ് എന്ന് കാണിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഹൗ എന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് അപരാധം തീർന്ന അതാണ് ഈ വലിച്ചു നീട്ടിയേക്ക പടം 3.5 മണിക്കൂർ. ബേസിക്കലി ഫസ്റ്റ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, KGF-നെയും അതുപോലെ ബാഹുബലി, KGF, ദൃശ്യം, ഈ 3 പടത്തിന്റെ അല്ലാതെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്ട് ഇറങ്ങിയ ഒരു പടവും, സൗത്ത് ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു പടവും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. എനിക്ക് KGF എന്നൊരു ഗൂസ് ബംസ് ഒരു പടത്തിനും തരാൻ പറ്റില്ല, ഇനി ഒരു പടത്തിനും തരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി അടുത്ത ഇപ്പൊ ഇന്ത്യൻ 2 നമ്മൾ കണ്ടു, കുറെ സിനിമകൾ നമ്മൾ കണ്ടു, ഒരു പടത്തിനും ആ സെക്കൻഡ് സീരീസിന് അവർ ആ ഒരു ഫസ്റ്റിന് എന്തോ ചക്ക വീണപ്പോ മൊയിലെത്ത പോലെയാണ് ഒരു സെക്കൻഡ് സീരീസ് എടുത്തു വെക്കണത്. അതൊക്കെ ജിത്തു ജോസഫിന്റെ ദൃശ്യം 2 നമ്മള് ഫസ്റ്റിനേക്കാളും ഭയങ്കര പടമായി പോയി ദൃശ്യം 2 എന്നുള്ളത്. KGF 2 ആണെങ്കിലും ഫസ്റ്റിനേക്കാളും നമുക്ക് ഭയങ്കര ഫീലിങ്സ്
ഈ ഫീലിങ്സിനെ കുറിച്ച് പറയണ്ട, ഇതിനകത്ത് കുറച്ച് ഫീലിംഗ് സീൻസ് കാണിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ഇമോഷണൽ സീൻസ് ആണ്. പക്ഷെ തിയേറ്ററിൽ മൊത്തം ആ സീൻസ് കണ്ടിട്ട് ചിരിയാണ് വന്നത്, ചിരിക്കാനാണ് തോന്നിയത്. അതുപോലെ ഇമോഷൻ സീൻസ് എടുത്തു വെച്ചാണ്. തങ്കച്ചിപ്പാസ് എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചു വെച്ചേക്കണത് വിജയ് ചെയ്യും ഇതിനേക്കാളും ഭേദമായിട്ട്. തങ്കച്ചിപ്പാസം ഏകദേശം വിജയ് എല്ലാ കണക്ക് തന്നെയാണ്, അതുപോലെയൊക്കെ തന്നെ ചെയ്തു വെച്ചേക്കണത്. അട്ടർ ശോകപ്പടം. എന്നിട്ട് ക്ലൈമാക്സിൽ കുറച്ച് സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ് അടുത്തത്? പുഷ്പ 3 ദ റാംപേജ്. എല്ലാവരെയും ബോംബിട്ട് പൊട്ടിച്ച് കൊന്നു കളഞ്ഞു. ആരൊക്കെയോ എന്തൊക്കെയോ വന്ന് എവിടേക്കോ എന്തൊക്കെയോ ചെയ്ത് എന്താണ്ടൊക്കെ നടന്ന് എന്തൊക്കെയോ സംഭവിച്ച് ലാസ്റ്റ് പുഷ്പ 3 റാംപേജ് ഉണ്ടെന്നും കാണിക്കുന്നുണ്ട്. എന്നാ ഉണ്ടാക്കി വച്ചിരിക്കെ മാമ, എന്നാ ഉണ്ടാക്കി വച്ചിരിക്കെ കുണ്ടില് ഗുണ്ട് വച്ചിരിക്കെ ഗുണ്ട്. ഇതിലും ഭേദം അതായിരുന്നു. അയ്യോ. അപ്പോൾ ഓക്കെ, ആവശ്യമുള്ളവർ പോയി കാണാം. കണ്ടിട്ട് ഒന്ന് അഭിപ്രായം കമന്റ് ചെയ്തേക്ക്. എനിക്ക് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ തോന്നിയത്. ഓഹ്, ഞാൻ സൂക്ഷ്മദർശിനി ഒന്ന് പോയി കാണണം. ശബരിമലയ്ക്ക് നോയമ്പ് വരുത്തുകൊണ്ടൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ, സൈനിങ് ഓഫ് ഫ്രം സൂപ്പർമാൻ. സൂപ്പർമാൻ പേര് ചേഞ്ച് ചെയ്തായിരുന്നു. സൂപ്പർമാൻ ഇൻസ്റ്റാഗ്രാമിലാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേരെ. സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ ഡാഡ് നിഖിൽ. ലവ് യു ഗൈസ്, ഹാവ് എ ഗുഡ് ഡേ.